ഹലോ. അപ്പോൾ ഇന്ന് അച്ചുവിൻ്റെ ബർത്ത്ഡേൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ എനിക്ക് സർപ്രൈസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുക്കി വെച്ചിരുന്നു. തലേന്നേ എല്ലാം വാങ്ങി സെറ്റ് ചെയ്ത് ആൾ കാണാതെ എടുത്തു വെച്ചതാട്ടോ. രാവിലെ എണീക്കുമ്പോൾ ഇത് തന്നെയാണ്, ഇത് കണ്ടിട്ട് എണീക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം റെഡിയാക്കി വെച്ച് രാത്രി ബലൂണും കാര്യങ്ങളൊക്കെ വീർപ്പിച്ച് വെച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ ഗിഫ്റ്റുകൾ അച്ചുവിന് ഞങ്ങൾ വാങ്ങി വെച്ചിരുന്നു. എന്നിട്ട് ആളിതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ഓനെ ഒരുക്കി അംഗൻവാടിയിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ അംഗൻവാടിയിൽ നിന്ന് കേക്ക് മുറിക്കണം എന്ന് ആൾ മുമ്പേ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു കുഞ്ഞ് കേക്ക് അംഗൻവാടിയിലേക്ക് വാങ്ങിയിട്ടോ ഞങ്ങൾ. അപ്പോൾ ഇന്ന് നല്ല ആവേശത്തിലാണ് കേട്ടോ പോകുന്നത്, നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഓന് കയറി വരുമ്പോൾ തന്നെ ടീച്ചർ ബർത്ത്ഡേക്ക് വിഷ് ചെയ്തിട്ട് കയറ്റിയാണ്. ടീച്ചറിൻ്റെ ബർത്ത്ഡേയും ആ ദിവസം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല എന്തൊക്കെയോ വിശേഷമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കയറി അകത്തിരുന്നു. ഫസ്റ്റ് ഇന്ന് സാധാരണ ഏറ്റവും ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ എത്താറ്, പക്ഷെ ഇന്ന് കുറച്ച് നേരത്തെ തന്നെ എത്തിയിട്ടോ. അപ്പോൾ എല്ലാവരും വരുന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ എന്താക്കി, വന്ന ഓരോരുത്തർ വരുമ്പോൾ ഓനിങ്ങനെ എന്തൊക്കെയോ കഥയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഓൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആള് കുറച്ച് മുട്ടായിയൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ വന്നത്. സ്വാലിഹ കുട്ടി മുട്ടായിയൊക്കെ വാങ്ങിയിട്ട് റസലിന് കൊടുക്കണം എന്നും പറഞ്ഞിട്ടാണ് വന്നത്. ആളാണ് മുന്നിലിരുന്നിട്ട് പാട്ട് പാടുന്ന ആൾ കേട്ടോ. അപ്പോൾ അങ്ങനെ ബർത്ത്ഡേ അവർ രാവിലെ തന്നെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളതുവരെ ഞാൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടോ. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ടീച്ചറും ചേച്ചിയൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് നമ്മൾ അവിടുന്ന് കേക്ക് കട്ട് ചെയ്തിട്ടോ. അവനൊരു സന്തോഷം, കൂട്ടുകാരുടെ കൂടെ കേക്ക് മുറിക്കണം അങ്ങനെയൊക്കെ. അപ്പോൾ ഞാനും വിചാരിച്ച എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന്. ചില കുട്ടികളുടെയൊക്കെ അങ്ങനെ കേക്ക് മുറിക്കുന്ന കണ്ടുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്. അപ്പം അങ്ങനെ കേക്കൊക്കെ മുറിച്ച് ടീച്ചറും ഓനും കൂടെ കേക്കൊക്കെ മുറിച്ച് ടീച്ചർ കൊടുത്ത്. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എല്ലാ കാര്യങ്ങളും, ഒന്നാമത് ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ സർപ്രൈസായിട്ട് കിട്ടി. പിന്നെ അംഗൻവാടിയിൽ നിന്ന് ഓൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കേക്ക് മുറിച്ച് അങ്ങനെ അന്ന് ഫുള്ള് ഹാപ്പിയായി. നമുക്കതാണല്ലോ വേണ്ടത്. നമുക്ക് ചെറുപ്പത്തിൽ എന്തൊക്കെ മിസ് ചെയ്തോ അതൊക്കെ കുറച്ച് വലുതാകുമ്പോൾ നമ്മളെ മക്കൾക്ക് എത്ര റിസ്ക് എടുത്താണെങ്കിലും ചെയ്തു കൊടുക്കും. അപ്പോൾ അത് തന്നെ കേട്ടോ ഞാനും ചെയ്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സർപ്രൈസുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ എന്താക്കും, കൊടുക്കും. അച്ചുവിനാണെങ്കിലും അനുവിനാണെങ്കിലും ഒക്കെ സർപ്രൈസ് കൊടുക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം അംഗൻവാടി വിട്ട് വന്ന ആളെ കുളിപ്പിച്ച് റെഡിയാക്കി. പിന്നെ ഞങ്ങളെന്താക്കി, വീട്ടിൽ വെച്ചിട്ട് ഒരു കേക്ക് മുറിച്ച്. രാവിലെ ഞാൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പം അനുവും ഉമ്മയും ഒക്കെ ഉണ്ടായി കേട്ടോ. അനുവിൻ്റെ ഉമ്മയും ഒക്കെ ഉണ്ടായി. എൻ്റെ ഉമ്മച്ചിക്ക് വരുന്ന പറഞ്ഞ്, പക്ഷെ ഒരു കുറച്ച് ലേറ്റ് ആയിട്ടോ. അപ്പോൾ അനുവിൻ്റെ ഉമ്മ വാങ്ങിയ ഗിഫ്റ്റാട്ടോ മുന്നിൽ വെച്ചത്. ഇഷ്ടം പോലെ വണ്ടികളാട്ടോ. എനിക്ക് വേറെ ഒന്നും ഇഷ്ടമല്ല, വണ്ടികൾ മാത്രമാണ് എനിക്കിഷ്ടം. അപ്പോൾ എല്ലാവരും വണ്ടികളാണ് വാങ്ങിയത്. അപ്പോൾ അത് കേക്ക് മുറിക്കുന്നതിൻ്റെ സന്തോഷവും ഉമ്മാമ്മ വന്ന സന്തോഷവും എല്ലാം കൂടെ ഉണ്ട് അച്ചുവിന്. അപ്പോൾ കേക്ക് മതി എന്നൊക്കെ പറഞ്ഞ് ഞാനത് കഴിക്കണം, ഇങ്ങനെ മുറിച്ചാൽ കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ് എൻ്റെ കുട്ടിക്ക്, അവൻ്റെ ബർത്ത്ഡേ ദിവസം. അങ്ങനെ കൊടുക്കാൻ പറ്റിയതിൽ ഞാൻ വളരെ ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അനു കോട്ടം പോകാൻ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് കേക്ക് കട്ടിങ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.